നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കവെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മീററ്റിൽ മെഗാ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും തന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നരേന്ദ്രമോദി ആരംഭിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനാകില്ല എന്നും മറിച്ച് വികസിത ഭാരതം സൃഷ്ടിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അഴിമതിക്കെതിരെ ഞങ്ങൾ ആരംഭിച്ച പോരാട്ടം രാജ്യം കണ്ടുവെന്നും മോദി പറഞ്ഞു. ദരിദ്രത്തിൽ നിന്നും ഒരു ഇടനിലക്കാരനും പണം തട്ടിയെടുക്കാൻ കഴിയില്ല എന്നും ഞങ്ങൾ ഉറപ്പാക്കി. ഞാൻ അഴിമതിക്കെതിരെ പോരാടുകയാണ്. അതുകൊണ്ട് അഴിമതിക്കാർ ഇന്ന് ജയിലിൽ കഴിയുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരെ പോരാടുന്ന NDAയും അഴിമതിക്കാരെ രക്ഷിക്കാൻ പോരാടുന്ന മറ്റൊരു സംഘവും തമ്മിലാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണെന്നും രാജ്യം ഇനിയുമേറെ മുന്നോട്ട് കുതിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയ പലതും നാം നടപ്പാക്കി. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാവുകയാണ്. അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാൽ ചിലർക്ക് ക്ഷമ നഷ്ടപ്പെടുന്നു. അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് എന്റെ മന്ത്രം. തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടുക എന്നതാണ് ലക്ഷ്യം. കർഷകരെ വെറുക്കുന്ന ഇന്ത്യ സഖ്യം ചൌധരി ചരൺ സിംഗിന് അർഹമായ ബഹുമാനം പോലും നൽകിയില്ല. പാർലമെന്റിൽ അവർ ചെയ്തത് രാജ്യം മുഴുവൻ കണ്ടു. കോൺഗ്രസും SP-യും കർഷകരോട് മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 3ാം സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞു. വരാനിരിക്കുന്ന 5 വർഷത്തേക്ക് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ്. ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രധാന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കച്ചദ്വീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ കോൺഗ്രസ് സർക്കാർ നടപടിയെ രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ദ്വീപ് കോൺഗ്രസ് വിട്ടുകൊടുത്തുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ പത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും കണ്ണു തുറപ്പിക്കുന്നതുമാണ്. എത്ര നിസ്സാരമായാണ് കോൺഗ്രസ് കച്ചദ്വീപിനെ വിട്ടുകൊടുത്തത്. കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാനാകില്ല എന്ന ഇന്ത്യയുടെ മനസ്സിൽ വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഇതെന്നും നരേന്ദ്രമോദി Xൽ കുറിച്ചു. കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കും ഐക്യത്തിനുമെതിരാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമേശ്വരത്തിന് സമീപം ഇന്ത്യയ്ക്ക് ശ്രീലങ്കയ്ക്കും ഇടയിൽ മാന്നാർ കടലിടുക്കിലെ ചെറുദ്വീപാണ് കച്ചദ്വീപ്. 1974-ൽ ഇന്ത്യ ഇത് ശ്രീലങ്കയ്ക്ക് കൈമാറുകയായിരുന്നു. തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് നേരെ ശ്രീലങ്ക സേന നടത്തുന്ന അതിക്രമണങ്ങൾ തടയുന്നതിന് കച്ചദ്വീപ് ഇന്ത്യ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് 2014-ൽ മോദിയും വാഗ്ദാനം ചെയ്തിരുന്നു.